ഡാരിസ്, നമുക്ക് ഈ കഴിഞ്ഞ 2 വർഷത്തെ ഒരു സംഭവ വികാസങ്ങളെടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ സോക്കോൾഡ് ഈ സെക്കുലർ മാധ്യമങ്ങൾ, ഈ അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ വലിയ പ്രൊപ്പഗൻഡയാണ് നടത്തുന്നത്. അവിടുത്തെ കുഞ്ഞുങ്ങളുടെ മുഖം കാണിക്കുന്നു, അവിടുത്തെ ആശുപത്രികളിലെ ദൃശ്യങ്ങൾ കാണിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡ ഈ അൽ ജസീറയുടെ നേതൃത്വത്തിൽ സെക്കുലർ മാധ്യമങ്ങളുടെ വലിയൊരു നിര തന്നെ നടത്തുന്നുണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഗാസയിലെ ജനങ്ങളുടെ രക്ഷകർ ഈ ഹമാസ് ആണോ? പലപ്പോഴും കേരളത്തിൽ നടക്കുന്ന ക്യാമ്പയിനൊക്കെ കാണുമ്പോൾ ഗാസയിലെ ജനങ്ങളുടെ രക്ഷകർ ഹമാസാണ്, ഗാസയിൽ ഒരു നന്മ വരണമെങ്കിൽ അവിടെ ഹമാസ് ഉണ്ടാവണം എന്ന രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഗാസയിലെ ജനങ്ങളുടെ രക്ഷകർ ഈ ഹമാസ് ഭീകരരാണോ? ശ്രീ ഡാരിസ്. നമസ്കാരം. ഞാൻ ആദ്യമേ തന്നെ ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ആൻസർ ആയിട്ട് ചേട്ടൻ ഒരു വീഡിയോ നമുക്കത് കാണാം. يا رب يقتلوهم اليهود، يا اليهود احسن منهم، اليهود بيعطونا اكل، بيعطونا الدنيا وبيعملوا الدنيا وبيعطونا الطريق بامنه، وايش يفضح ارضهم اليهود الحماس. اخذ ابني حماس، اخذ ابني حماس وين وداه؟ ليش اخذ ابني من حماس؟ ايش عمل له؟ ايش عمل للقطاع؟ دمرتنا، احنا شعب غلبان، حماس اكلتنا، اكلت كابوناتنا، اكلتنا حماس، حكومة سافلة حماس، إرهابية حماس، بيدوا حماس عن الوجود. شرموطة حماس، هذه تنظيم إرهاب داعش، أصعب من داعش، كس أختهم، كس أخت عظم سنوار، أخو شرموطة، طلعوا هذا حماس، أخذنا حماس، بس حماس أخوات شرموطة هذولا، في الرجل عشان كابونات بيسرقونا للشرموطة، كابونات في شكل عندنا كل بيسرقوه كلهم بتخبوا أخوات الشرموطة بقطر، أخو الشرموطة بتكلم بياكلوا وإحنا ناخذ. حسبي الله عليها حماس. ينتقم منها حماس، دمرونا، دمروا أطفالنا، دمروا بيوتنا، إحنا كنا عايشين، إحنا نحتاج أنتوا حكمونا، بدناش حماس، كل الشعب بكره حماس، إحنا مضطهدين من حماس كنا، الله ينتقم منك يا سنوار، الله يشحمك يا رب، أبرأ. والله فرحت لما قتلتوا سنوار اللي دمر وقتل أطفالنا، والله العظيم زغرتت. أنا عارف راح أطلع من هنا حماس التخنة، حماس راحت تخنة، أنا هلقيت شهيدة. عشان اللي حكيتي؟ عشان حكيت. مش خايفة؟ لا مش خايفة، خلاص راح اللي راح، ما ضل اللي يجي جارين عليه. ഇപ്പം അത് ആ വീഡിയോ കണ്ടപ്പോ എന്ത് തോന്നി ജോർജ് ചേട്ടാ? അത് ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും കാണാതെ പോകുന്ന വീഡിയോ ആണത്. അതായത് തീർച്ചയായിട്ടും ഗാസയിലെ പൊറുതിമുട്ടിയ ജനം തീവ്രവാദികളായ ഹമാസിനെ ഓടിക്കൂ. തീർച്ചയായിട്ടും അതിന്റെ നമുക്ക് സബ് ടൈറ്റിൽ നോക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, തീവ്രവാദികളായിട്ടുള്ള ഹമാസ് എന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. അത് തന്നെയല്ല, എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഒരു കൊച്ചു വന്നിട്ട് പറയുന്നുണ്ട്, യഹൂദരാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, യഹൂദരാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്, യഹൂദരാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സുരക്ഷ ഉറപ്പാക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ചോദിച്ച ചോദ്യത്തില് എന്തുകൊണ്ട് ഹമാസ് ഇല്ലാതാകണം എന്നുള്ള ഒരു ചിന്തയും കൂടെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ പറയാം. തീർച്ചയായിട്ടും ഈ ഹമാസ് സ്ഥാപിച്ച ആളുടെ മകനാണ് മൊസാബ് ഹസാൻ യൂസഫ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടാവും, യുഎന്നിലും മറ്റേ യൂട്യൂബിലൊക്കെ പറയുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ്. എന്താണ് ഹമാസ്, എന്തിനാണ് ഹമാസ്? എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ഡെയ്സി ചേച്ചി അത് സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. യഹൂദനെ കൊല്ലുക, യഹൂദനെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി തങ്ങളുടെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭീകര സംഘടനയാണ് ഹമാസ്. അതാണ് ഹമാസ് എന്ന് പറഞ്ഞ, ഹമാസിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒറ്റ വാക്ക് അതാണ്. അവര് പാലസ്തീൻ ജനതയുടെ അതോറിറ്റി അല്ല, അവര് മുസ്ലിങ്ങളുടെ സംരക്ഷകരല്ല, അവര് ഇസ്രായേലിനെ എതിർക്കുക, യഹൂദന്മാരെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുക, അവരുടേതായിട്ടുള്ള ഒരു ആധിപത്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം ജീവിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഹമാസ്. എനിക്ക് തോന്നുന്നു ISIS പോലും ഇത്രയും ഒരു ഭീകരത ആ ഒക്ടോബർ 7 ഒറ്റ ദിവസത്തോളം അവര് സബിത ചേച്ചിയൊക്കെ ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റിയിൽ കയറിയിട്ട്, അല്ലെ സബിത ചേച്ചി, 40ഓളം കുഞ്ഞുങ്ങളെയാണ് അവർ ഒറ്റ ദിവസം കൊന്നു കളഞ്ഞത്. ഞങ്ങളുടെ അല്ല, അടുത്തുള്ള നെറോത്ത് എല്ലാം കൂടി 40ഓളം കുഞ്ഞുങ്ങളെയാണ്
അവർ ഒറ്റ ദിവസം കൊന്നു കളഞ്ഞത്. എങ്ങനെ കൊന്നു എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. പല കുഞ്ഞുങ്ങളുടെയും ശവശരീരം കിട്ടിയത് നമ്മുടെ ഇവിടെ തനൂർ എന്ന് പറയും, ഈ ഭക്ഷണം ചൂടാക്കുന്ന സാധനമാണ്. ഈ തനൂറിന്റെ അകത്ത് റൊട്ടി കരിഞ്ഞിരിക്കുന്നത് പോലെയാണ് കുഞ്ഞുങ്ങൾ കരിഞ്ഞിരുന്നത്. ഗാസയിലെ കുഞ്ഞുങ്ങളുടെ പേര് വായിക്കുന്ന ആഷിക ഭവൻ ഈ 40 കുഞ്ഞുങ്ങളുടെ പേര് അറിയത്തില്ല. അപ്പം എന്തിനാണ് ഇവർ ഇത്രമാത്രം യഹൂദനെ എതിർക്കുന്നത്? ഒറ്റ കാര്യമുള്ളൂ, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കുക. ഇന്നലെ വാർത്ത കണ്ടപ്പം കാണിച്ചൊരു കാര്യമുണ്ട്. ഇവർക്ക് വേണ്ടി ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടിരുന്ന ഭക്ഷണവും വെള്ളവും മറ്റെല്ലാ സൗകര്യങ്ങളും ഉള്ള ട്രക്കുകള് ഇവര് കയ്യേറി ഓടിച്ച് ഇവരുടെ ഗോഡൌണിലേക്ക് കൊണ്ടുപോവാം. ഹമാസിന്റെ ഗോഡൌണിലേക്ക് കൊണ്ടുപോയി അവിടെ സ്റ്റോർ ചെയ്യുക. അവിടെയാണ് നമ്മൾ സബിത ചേച്ചി പറഞ്ഞ ആദ്യത്തെ പോയിന്റിലേക്ക് വരുന്നത്. ഒക്ടോബർ 7 എന്നുള്ളത് ഒരു ദിവസത്തെ കാര്യമല്ല, കൃത്യമായിട്ടുള്ള ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കാര്യമാണ്. അവര് ഒരുപക്ഷെ ഇനി അടുത്ത ഒരു കോലാഹലം സൃഷ്ടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കാം. അവർക്ക് അവരായിരിക്കുന്ന സമൂഹത്തിന്റെ ഉന്നമനമോ അവരായിരിക്കുന്ന സമൂഹത്തിന്റെ നന്മയോ ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോ കണ്ട വീഡിയോയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസ് എന്ന സംഘടന, ഹമാസ് എന്ന ഒരു പ്രസ്ഥാനം എന്ന് ഇല്ലാതാകുന്നു അന്ന് മാത്രമേ പാലസ്തീൻ ജനതയ്ക്കും അവിടെയുള്ള ഗാസയിലെ വെസ്റ്റ് ബാങ്കിലോ മറ്റ് എവിടെ ആയിക്കോട്ടെ എവിടെയുള്ള ഒരു മുസ്ലിം സഹോദരങ്ങൾക്കും നന്മ വരുത്തുള്ളൂ. ഇസ്രായേൽ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം പാലസ്തീന് അനുകൂലമായിട്ട് 193 രാജ്യങ്ങളിൽ ഏകദേശം 153 പേരോട് വോട്ട് ചെയ്തെന്ന് തോന്നുന്നു, അല്ലെ? അവര് പോലും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നില്ല. യുഎന്നിൽ നിന്ന് കൊടുക്കുന്ന സഹായങ്ങള് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ ഇതെല്ലാം ഇവരുടെ ആവശ്യങ്ങൾ വിനിയോഗിക്കുന്നതിനും പിന്നെ വിലപേശാലോ, പിന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞതുപോലെ 4 നിലയും 5 നിലയും അണ്ടർലേക്ക് ലിഫ്റ്റ് സൗകര്യം സഹിതം മറ്റേ കെട്ടിടങ്ങൾ പണിയണമെന്നുണ്ടെങ്കിലും മറ്റ് സ്റ്റോറേജുകൾ പണിയണമെന്നുണ്ടെങ്കിലും അത് സ്കൂളുകളുടെ ആയിക്കോട്ടെ അത് ഹോസ്പിറ്റലിന്റെ ആയിക്കോട്ടെ ഇതിന്റെ അടിയിലൊക്കെ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി പണിയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫണ്ട് വേണം. ഈ ഫണ്ട് മൊത്തം പാലസ്തീൻ ജനതയ്ക്ക് പോകേണ്ട ഫണ്ട് ഇവര് അതോറിറ്റി അടിച്ചു മാറ്റി ഇവരുടേതായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നു. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞ നമ്മുടെ മൊസാബ് ഹസൻ യൂസഫ് ഒക്കെ യുഎന്നില് പറഞ്ഞത്. ഹമാസിനെ അവർ കൃത്യമായിട്ട് എതിർക്കുന്നു. ഹമാസ് ഞങ്ങൾക്ക് വേണ്ട, കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ്. പക്ഷെ ഈ നിലപാടിന് അനുകൂലമായിട്ട് നിൽക്കാൻ പോലും ഇസ്രായേലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും ഇസ്രായേൽ ഏറ്റെടുക്കുന്ന ഈ പദ്ധതികളിൽ ഒന്ന് കൈ കൊടുക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല. അതിന്റെ കൃത്യമായിട്ടുള്ള ഡീമെറിറ്റും മെറിറ്റൊക്കെ അതൊരു പൊളിറ്റിക്കലി ഇതായതുകൊണ്ട് അത് ഡെയ്സിജി ഒക്കെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു ഡാരി സൂചിപ്പിക്കുക, അതായത് ഈ 2023 ഒക്ടോബർ 7 മുമ്പ് ഈ ഗാസയിൽ നിന്നും നിരവധി ജനങ്ങൾ അവരുടെ ദൈനംദിന അവരുടെ ജീവിത ചെലവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇസ്രായേലിലേക്ക് വന്ന് പോയിക്കൊണ്ടിരുന്നു. അത് പലപ്പോഴും ലോകം വിസ്മരിക്കുന്ന ഒരു കാര്യമാണ്. ഇവർ തന്നെയാണ് ഈ പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ള ആ പ്രദേശങ്ങളുടെ മാപ്പും കാര്യങ്ങളൊക്കെ ഈ ഭീകരർക്ക് ഇവരിൽ പലരും ചോർത്തി കൊടുത്തത്. ആ കാര്യം കൂടി ഒന്ന് പരാമർശിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഡാരിസ്. തീർച്ചയായിട്ടും ചേട്ടാ, തീവ്രവാദികള് ആയിട്ടുള്ള ഒരു ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. തീവ്രവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനായിരിക്കുന്ന സമൂഹത്തില് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹമുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. പക്ഷെ ഹമാസ് അവരെ കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി ഇല്ലെങ്കിൽ അവരെ കൊന്നുകളയുമെന്നുള്ള ഭീഷണിയോടുകൂടി തന്നെ ഇസ്രായേലിലേക്ക് കയറ്റിവിട്ട് അവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ചോർത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അടുത്ത ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ മാസം ഇവിടെ അടുത്ത് ജെറുസലേമില് വെടിവെപ്പ് നടന്നത്. ബസ് സ്റ്റേഷനിൽ വെടിവെപ്പ് നടന്നു. ഒരു മുസ്ലിം ആയിട്ടുള്ള 2 സഹോദരങ്ങൾ വന്ന് ബസ്സിൽ കയറി വെടിവെച്ചു. ഏകദേശം 7ഓളം പേര് മരിച്ചു. 2 പേര് അവരെ അന്നേരം തന്നെ പോലീസ് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഇതേ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇസ്രായേലില് എത്രയോ അറബ് മുസ്ലിം സഹോദരങ്ങള് ജോലി ചെയ്യുന്നു. എത്രയോ ആൾക്കാര് അന്നന്നത്തെ ആഹാരത്തിനായിട്ട് ബെത്ലഹേമി വെസ്റ്റ് ബാങ്കിൽ നിന്നും പല സ്ഥലങ്ങളിലും വന്ന് ഇവിടെ ജോലി ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ഈ നേഴ്സിംഗ് ഹോമില് ഏകദേശം 12 അറബ് സ്റ്റാഫ് ഉണ്ട്. ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവര് പൂർണ്ണമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും.
അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്നാ ഇവരുടെ സഹോദരങ്ങളല്ലേ ഗാസയിലും പാലസ്തീനിലും ഉള്ള ഹമാസിലൊക്കെ ഉള്ള ഇവര് സഹോദരങ്ങൾ, എന്തുകൊണ്ട് ഇവര് അനുകൂല നിലപാട് എടുക്കുന്നില്ല? കാരണം ഇവർക്ക് ഇവിടെ ജീവിക്കുന്ന അറബ് മുസ്ലിം സഹോദരങ്ങളോട് ചോദിച്ചിട്ട് വേണം കേരളത്തിലുള്ളവർ രാഷ്ട്രീയ നിലപാട് എടുക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് അവര് ഒരിക്കല് നമ്മുടെ റവന്യൂ മന്ത്രി അടക്കം ഇവിടെ വന്നിട്ട് കൃഷിയെ കുറിച്ച് പഠിക്കാനായിട്ട് വന്നു അല്ലേ? എനിക്ക് തോന്നുന്നു 2 മാസം ഇവിടെ വന്നിട്ട് ഗാസയെ കുറിച്ചും പാലസ്തീനെ കുറിച്ചും ഇവിടെ ജീവിക്കുന്ന അറബ് മുസ്ലിം സഹോദരങ്ങളോട് ഒരു സ്റ്റഡി ഫോറം നടത്തി ചോദിക്കണം, എന്താണ് അവിടെ സംഭവിക്കുന്നത്, യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ ഇസ്രായേലിലെ ഹോസ്പിറ്റലുകൾ, ഇസ്രായേലിലെ സ്കൂളുകൾ, കുപ്പത്ത് ഹോളിം എന്ന് പറയുന്ന ചെറിയ സർക്കാർ ആശുപത്രികളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പകുതിയിലേറെ സ്റ്റാഫുകള് മുസ്ലിം സഹോദരങ്ങളാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവരാരും ഇസ്രായേലിനെതിരായിട്ട് നിലപാട് എടുത്തിട്ടില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ അന്നേരെ കൊടി പിടിച്ചിറങ്ങും ആൾക്കാരല്ലേ, ഇസ്രായേലിനെതിരായിട്ട് ഇറങ്ങും, അല്ലെങ്കിൽ തീവ്രവാദത്തെ ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങും. ഇവിടെ ഒരു മനുഷ്യനെ ഇറങ്ങിയിട്ടില്ല. ഇവിടെ നേരെ മറിച്ച് ഇസ്രായേലിന്റെ ഭരണകൂടത്തിന് എതിരായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഇറങ്ങും. എന്തിന്? ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്കും അറബ് സഹോദരങ്ങൾക്കും കുറെ കൂടെ പ്രാതിനിധ്യം കൊടുക്കുക, കുറെ കൂടെ അഡ്വാൻറ്റേജ് കൊടുക്കുക, അവർക്ക് കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ഇറങ്ങും. അല്ലാതെ ഹമാസിനെ സപ്പോർട്ട് ചെയ്തോ പാലസ്തീനിലെ ജനങ്ങളെ അതിനെതിരായിട്ടോ ഇസ്രായേല് അവരെ കൊല്ലുന്നതിനെതിരായിട്ടോ അല്ലെങ്കിൽ അവരെ തീവ്രവാദികളെ നശിപ്പിക്കുമ്പോഴാണല്ലോ ഈ കുഞ്ഞുങ്ങള് മരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു പട്ടാളക്കാരൻ പോലും ഗാസയിലെ ഒരു കുഞ്ഞിനെ അവര് ഹമാസ് ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെ ഇതുവരെ ചെയ്തിട്ടില്ല. സ്കൂളുകളുടെയും ആശുപത്രികളുടെയും അടിയിലൊക്കെ ഇവര് തുരങ്കം പണിത് തീവ്രവാദികൾ താമസിക്കുമ്പം മാറിപ്പോകാനുള്ള എത്രയോ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടാണ് അങ്ങനെയുള്ള ഒരു യുദ്ധം പോലും, ഒരു അറ്റാക്ക് പോലും ഉണ്ടാകുന്നത്. അപ്പം ഇവിടെയുള്ള അറബ് മുസ്ലിം സഹോദരങ്ങൾ പോലും ഇസ്രായേലിനെ 100% ഇവിടെയുള്ള യഹൂദരെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇവിടെയുള്ള അറബ് മുസ്ലിം സഹോദരങ്ങൾ ഇവിടുത്തെ ആ ഭരണകൂടത്തിന് സപ്പോർട്ട് ചെയ്യുന്നു.